നമസ്കാരം മക്കളെ, സുബർ സാറാണ്. ഇപ്പോൾ +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കാനുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോഴത്തെ പഠിത്തം, ഇപ്പോഴത്തെ ജോലി കിട്ടുന്നതിനുള്ള സാധ്യതകൾ, ഇതൊക്കെ മുൻനിർത്തി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിയാനുണ്ട്. അതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ലക്ഷ്യം. ഇപ്പൊ പ്രത്യേകിച്ച് +2 പഠിക്കുന്ന ഒരു കുട്ടി എന്തായാലും അടുത്ത വർഷം നമ്മളൊരു പുതിയ തലത്തിലോട്ട്, പുതിയ രീതിയിലോട്ട് പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് എന്തിനാണ് എല്ലാവർക്കും അറിയാം. എന്തിനാണ് നമ്മൾ അടുത്ത വർഷം ഒരു പുതിയ കോഴ്സ് ജോയിൻ ചെയ്യുന്നത്? നമ്മുടെ ഒരു ജോലിയാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ജോലിയുടെ നേച്ചർ, സ്വഭാവം, എങ്ങനെയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഏകദേശം ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അതിലെത്തിപ്പെടുന്നതിന് മുൻപായിട്ടുള്ള ഒരു വർഷമാണ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഈ +2 കോഴ്സ്. ഇതിൽ നിങ്ങൾ എന്തുമാത്രം വിജയിക്കുന്നു അതിനനുസരിക്കുന്ന ഒരു ജോബ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ +2 ആണ് ഞാനിപ്പോൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ, ആഫ്റ്റർ 1 ഇയർ, നിങ്ങൾ എത്തിപ്പെടുന്നത് വലിയൊരു ഡൊമൈൻ. എന്താണ് ഈ ഡൊമൈൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് പഠിക്കേണ്ട പല കോഴ്സുകൾക്കുള്ള ഒരു ഡൊമൈനിൽ എത്തിപ്പെടുക. അവിടെ ഒത്തിരി ഉണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എഞ്ചിനീയറിംഗ്, മെഡിസിന്, അല്ല എല്ലാം, എന്തൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നോ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ എത്തിപ്പെടുമ്പോഴത്തേക്ക് നമ്മുടെ ആ ജോലിക്കുള്ള ഏകദേശം സ്റ്റാർട്ടിങ് ആവും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ബിടെക്കിന് പോകുന്ന ഒരാള്, എന്തിനാണ് ഞാൻ ബിടെക്കിന് പോകുന്നത്, എന്ത് തരത്തിലുള്ള ഒരു ജോലി ആയിരിക്കും എനിക്ക് അത് കഴിഞ്ഞ് കിട്ടുന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ രീതിയിൽ കൂടെ നിങ്ങൾ എത്തിപ്പെടുക. രണ്ടാമത് മറ്റൊരു പോളിടെക്നിക് ആണെങ്കിൽ അങ്ങനെ, ഡിപ്ലോമ ആണെങ്കിൽ അങ്ങനെ, ഡിഗ്രി ആണെങ്കിൽ അങ്ങനെ, പല രീതിയിൽ കൂടെ എത്തിപ്പെടാറുണ്ട്. അപ്പോൾ ഈ എത്തിപ്പെടുന്നത് എങ്ങനെയാവണം എന്നുള്ളത് ഈ സമയത്ത്, ഈ റോഡ് വേയിലാണ് നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടതും ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടതും. നമുക്കറിയാം, ഇപ്പൊ ഏകദേശം നമ്മളൊരു +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സിന് പോകണമെങ്കിൽ 80% കോഴ്സുകൾക്കും ഒരു എൻട്രൻസ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എൻട്രൻസ് ഇല്ലാത്ത ഒരു 20% കോഴ്സുകൾ കാണാം. പക്ഷേ ഏറ്റവും നല്ലൊരു ജോലിക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു എൻട്രൻസ്, ഏറ്റവും നല്ല റാങ്കോടുകൂടി പാസ്സാവേണ്ട ഒരു ആവശ്യമുണ്ടെന്നുള്ളതെല്ലാം അറിയാം. പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിച്ചാൽ വളരെ കുറവാണെന്ന് മനസ്സിലാവും. നിങ്ങൾ അതിനുവേണ്ടി ഒന്നുമേ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഈ റോഡ് വേ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ, ഈ ഫസ്റ്റ് എൻട്രൻസിലൂടെ കയറുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചുമ്മാ ചിന്തിക്കും, എന്നിട്ട് അത് പോയി എഴുതും, പലർക്കും കിട്ടാതിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിപ്പെടുന്നു. പിന്നെ ഇവിടെ നമുക്കറിയാം ഒത്തിരി കോളേജസുകൾ, ഒത്തിരി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ലൊരു കോളേജ് നോക്കുന്നുണ്ട്. ആ സമയത്ത് നല്ലൊരു കോളേജ് വേണം, നല്ലൊരു കോഴ്സ് വേണം. അങ്ങനെ വരുമ്പോൾ അത് കുറവാണ്. നല്ലൊരു കോളേജ്, നല്ലൊരു കോഴ്സിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ചെല്ലുമ്പോൾ അതിന്റെ എണ്ണം നമ്മൾ ഇവിടെ വളരെ കുറവാണ്. അപ്പൊ ഏറ്റവും നല്ലൊരിടത്ത് എത്തിപ്പെട്ടില്ല എങ്കിൽ നഷ്ടങ്ങൾ ഭയങ്കരമാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുന്നുവെങ്കിൽ നല്ലൊരു കോളേജിലും നല്ലൊരു കോഴ്സും നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. അതിന് നിങ്ങൾ ഏബിൾ ആണോ എന്നുള്ളതും ശ്രദ്ധിക്കണം. ആ എബിലിറ്റി കിട്ടുന്നത് ഈ റോഡ് വേയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ +2 നിന്നും ഈ ഒരു 1 ഇയർ, ഈ 1 ഇയറിനുള്ള സമയത്താണ്. അതിനുവേണ്ടി സമയം കിട്ടുമോ? ഏതിന്? എൻട്രൻസ്. നമുക്കറിയാം, എൻട്രൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻട്രൻസ് ആണ് കീം. അത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഇതിനാണ്. രണ്ടാമത് നീറ്റ് ഉണ്ട്, നമ്മളതും ഓൾ ഇന്ത്യ എൻട്രൻസ് ആണ്. നെക്സ്റ്റ് JEE, അതും ഒരു ഓൾ ഇന്ത്യ എൻട്രൻസ് ആണ്. ഇത് മെഡിക്കലും, ഇത് നമ്മുടെ എഞ്ചിനീയറിംഗും. ഇവിടൊക്കെ എത്തിപ്പെടുന്നത് എന്തിനാണെന്നുള്ള അറിയാം. കുട്ടികൾ എന്തുമാത്രം പഠിക്കുന്നുണ്ടെന്നുള്ളതും നിങ്ങൾക്കറിയാം. പക്ഷെ ഈ കാണുന്ന എല്ലാവരും ഏകദേശം ഒരു 20% ഇതിനൊക്കെ ശ്രമിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കിട്ടണമെന്ന് മനസ്സിൽ വരുന്നവരുടെ എണ്ണം 100-ൽ വെറും 20 പേര് ആയിരിക്കും. ഞാൻ അത് ഒരു അസസ്മെന്റ് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. 100-ൽ 20 പേര് മാത്രം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും. മറ്റൊരു നാഷണൽ ലെവലുണ്ട്, NDA. അത് നമ്മുടെ ഡിഫൻസിലേക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാ വർഷവും 2 ടൈംസ് എൻട്രൻസ് ആണ്. പിന്നെ ഉണ്ട് CUET ഉണ്ട്. നമ്മുടെ പല നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡിഗ്രി പഠിക്കാൻ വേണ്ടിയുള്ളതാണ് CUET. പിന്നെ കുസാറ്റ് ഉണ്ട് കേരളത്തില്. അത് നമ്മുടെ ബിടെക്കിനുണ്ട്. അത് പ്രത്യേക യൂണിവേഴ്സിറ്റിയാണ്. അവിടത്തേക്ക് നമുക്ക് എഞ്ചിനീയറിംഗിന് പോകാം. അതുപോലെ അവിടെ നമുക്ക് MSc അങ്ങനത്തെ 5 വർഷത്തെ കോഴ്സുകളും ഒക്കെ ഉണ്ട്. ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെയും പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം നിങ്ങൾക്ക് അറിയാം, പോകാനുണ്ട്, പഠിക്കാനുണ്ടെന്നൊക്കെ. പക്ഷെ പലരും ഇതിനു വേണ്ടി ശ്രമിക്കാറുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയാം. അത് എന്തുകൊണ്ടാണെന്ന് ആ കുട്ടിയോട് ചോദിച്ചാൽ ഒന്ന് ചിരിക്കും, അത്രേ ഉള്ളൂ. ചിരിക്കും. ഓ, എന്താ പഠിക്കാതെ, ഓ എന്നുള്ള ഒരു രീതിയാണ്. പഠിക്കാം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ സമയത്ത് +2 പോലും നല്ലതായിട്ട് പഠിക്കാറില്ലാത്ത ഒരാൾക്ക് ഇവിടെ എങ്ങനെ എത്തിപ്പെടാൻ പറ്റും?
പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്തോ മോനെ, +2 കഴിഞ്ഞാൽ എല്ലാവരും +2 ഇപ്പൊ കയറിയവർ കഴിയും, അടുത്ത വർഷം അടുത്തൊരു കോഴ്സിന് പോകും. അവിടെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എനിക്കൊരു ജോലി വേണം, ഇല്ലേ? ആ കോഴ്സിന് പോകുമ്പോൾ ഒരു ജോലി വേണം. അപ്പൊ ആ ജോലി കിട്ടണമെങ്കിൽ ആ ജോലിക്ക് കിട്ടുന്ന ശമ്പളം നല്ലതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരമല്ല ശ്രമിക്കേണ്ടത്, അതിന് മുന്നിലേ പ്രവർത്തിക്കണം. എന്നെങ്കിലും അവിടെ ചെല്ലുമ്പോൾ സക്സസ് ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇനിഷ്യൽ ടൈം, ഇപ്പൊ +2 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്ക് ഒത്തിരി സമയം ഇപ്പോഴുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിട്ട് ഇച്ചിരി മുന്നിലെത്താൻ പറ്റും എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്, ഉറപ്പായിട്ടും. അതിന്റെ പ്രയോജനം +2 കോഴ്സിനും കിട്ടും, നിങ്ങൾക്ക് +2 കഴിയുന്ന കോഴ്സുകൾക്കും കിട്ടും. അതാണ് ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടുന്ന ആ പ്രയോജനം. അത് ചെറുതല്ല, വളരെ വലുതാ. പക്ഷെ ഈ സമയത്ത് അതിന് തോന്നുന്ന മൈൻഡ് ഉള്ളവരുടെ എണ്ണം നന്നേ കുറവാണ്. അതിന്റെ കാരണം വേറൊന്നുമല്ല, നമുക്ക് അത്രയൊന്നും മെനക്കെടാനുള്ള മനസ്ഥിതിയില്ല. മടി എന്ന് പറയുന്നവൻ നമ്മളെ വന്നത് തോൽപ്പിക്കുക. പല കാര്യങ്ങളും ചെയ്യാൻ മനസ്സുണ്ടെങ്കിലും മടി എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പോകണ്ടടാ, ഇപ്പൊ പോകണ്ട, നാളെ പോവാം എന്നുള്ള ആ രീതി കൂടെ നമ്മളുടെ മനസ്സിനെ മാറ്റി അവിടെ നമ്മളെ നിർത്തുക. മുന്നോട്ട് ഒരു അടി വെക്കാൻ പോലും സമ്മതിക്കാറില്ല. അപ്പൊ അതിനൊക്കെ നിങ്ങളാണ് ആ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നിങ്ങളിപ്പം ഒത്തിരി പേര് മൊബൈൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് സമയം കളയാറുണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ പറഞ്ഞ 20% അല്ലേ ചിന്തിക്കുന്നത്, ആ സമയത്ത് അവർ ഉണർന്ന് പ്രവർത്തിക്കുക ചെയ്യുന്നത് പഠിത്തത്തിന് വേണ്ടി. നിങ്ങൾ ഇപ്പോ ഒരു കാരണമില്ലാതെ കൂടുതൽ സമയം ഉറങ്ങുന്ന സമയത്ത് അവർ ഉണർന്നിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഓർത്തോണം, നിങ്ങൾ ചെയ്യുന്ന ഓരോ സമയം കളയുന്ന കാര്യങ്ങളിലും ഇവിടെ എത്തിപ്പെടേണ്ടവർ ആ സമയത്തിരുന്ന് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മാനസിക സന്തോഷം നേടുമ്പോൾ അവർ മാനസിക സംഘർഷമാണ് നേരിടുന്നത്. പക്ഷെ ആ മാനസിക സംഘർഷത്തിൽ അവർക്കറിയാം അത് കവർ ചെയ്താൽ നല്ലൊരു ജോലിക്കുള്ള സാധ്യതയുണ്ടെന്ന്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ സംഘർഷം അവർ നേരിടുന്നത്. നിങ്ങളും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റുന്ന ചെറിയൊരു കാര്യമാണ്. ഈ സമയം നിങ്ങൾക്ക് വളരെ ഫ്രീയാണ്. നിങ്ങളിപ്പോ ഇപ്പൊ നമ്മുടെ ഒരു ജൂൺ മാസമാണ്, ഇവിടെ നമ്മുടെ മാർച്ചിലാണ് നമ്മുടെ എക്സാം. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഡിസംബർ വരെ നല്ലൊരു ടൈമാണ് പഠിക്കാൻ. അത് മതി. നമുക്ക് ഇപ്പൊ അത്രയും പഠിച്ച് നിർത്തിയ ശേഷം നമുക്ക് പിന്നെ കിട്ടുന്ന ബാക്കി സമയം ഉണ്ടല്ലോ, എക്സാം കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിച്ചാൽ നല്ലൊരു രീതി കൂടെ ഏത് എൻട്രൻസിനെയും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആ മീനിങ് അർത്ഥവത്താക്കാൻ പറ്റും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതൊരു എൻട്രൻസിനും ഇപ്പോൾ +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റും. നല്ല രീതിയിൽ കൂടെയുള്ള എക്സാം ഏത് എൻട്രൻസിനെയും നമുക്ക് ഉറപ്പാണ്. കാരണം അതിനുള്ള സമയമുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള മൈൻഡ് ഉണ്ട്, ആരോഗ്യമുണ്ട്. ഓക്കെ, ഏറ്റവും നല്ല കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ടൈമാണ് +2 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. ആർക്കെങ്കിലും നല്ലൊരു ജോലി കിട്ടണമെന്ന് ഇപ്പോഴേ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ കറക്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ നല്ലൊരു ജോലി, നല്ല സാലറി, നല്ലൊരു സ്ഥാപനം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് കിട്ടാൻ അത്ര ഈസിയല്ല. നിങ്ങൾ ഇനി എത്ര ആഗ്രഹം അന്നേരം വന്നാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നാലും അത് ആകണമെങ്കിൽ, അത് അർത്ഥമാകണമെങ്കിൽ നടക്കത്തുമില്ല. അത്ര ഈസി ഒന്നും അല്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ആര് പ്രവർത്തിക്കുന്നോ ഇപ്പോൾ അത് പ്രവർത്തിച്ചോ, അതിന്റെ പ്രയോജനം വളരെ ഈസി ആയിട്ടും നേടിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഇപ്പോൾ അത് കവറപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് എൻട്രൻസിനെയും നമുക്ക് നേരിടാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അതിന്റെ ഏറ്റവും അറിയാം. കൂടുതൽ ചോദിക്കുന്നത് നമ്മുടെ മാത്സ് ആണ്. ഇവരാണ് എല്ലാത്തിലും ഒറ്റയായി എന്ന് പറഞ്ഞാൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും ഈക്വൽ ആയിട്ടാണ് മാത്സ് വരുന്നത്. രണ്ടിനും കൂടെ തുല്യം. ഇപ്പൊ കീം ആണെങ്കിലും JEE ആണെങ്കിലും എല്ലാത്തിനും, അതൊരു NDA, ഇവരെല്ലാം ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഇതിന്റെ പകുതിയൊക്കെ വരുന്നുള്ളൂ. ഇപ്പൊ NDA ഒക്കെ ആണെങ്കിൽ ഒത്തിരി കുറവാണ് മാത്സിന്റെ എണ്ണത്തിൽ. എല്ലാം മാത്സ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അത് പഠിക്കുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് മാറും, നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് കൂടും. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചോ. ഒന്ന് മനസ്സുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല പ്രയോജനം, നിങ്ങളെ വളർത്തി വലുതാക്കുന്ന നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പേരൻസിനും വളരെ സന്തോഷകരമാകുന്ന ഒരു സാഹചര്യം കിട്ടും. എല്ലാവർക്കും പ്രയോജനം കിട്ടും. നിങ്ങൾ ഒറ്റ ഒരാളൊന്ന് പ്രവർത്തിച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മുടെ ഫോണിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. ഓക്കെ, എല്ലാവരും പഠിക്കുമല്ലോ, അടിപൊളിയായിട്ട് പഠിച്ചവനെ എല്ലാ സപ്പോർട്ടും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കും. എല്ലാവരും മാക്സിമം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.